നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണഘടന അനുസരിച്ചുള്ള ഭരണമല്ല പശ്ചിമ ബംഗാളിൽ നേരത്തെ മമതാ ബാനർജി നടത്തിയത്. ഇത് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ബംഗാളിൽ. സംസ്ഥാനത്തുള്ളത് 128 നഗരസഭകൾ. സുവേന്ദു സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 128 നഗരസഭകളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുകാർ. നഗരസഭകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ വിചിത്ര കാഴ്ചകളാണ് ബംഗാളിൽ. ഇപ്പോഴിതാ നഗരസഭ ചെയർപേഴ്സൺമാരടക്കം നിരവധി കൗൺസിലർമാർ രാജിവെച്ചു. നഗരസഭ ഭാരവാഹികൾ അവരുടെ ഓഫീസിലേക്ക് പോകുന്നില്ല, ചെയർപേഴ്സൺമാർ ഓഫീസിലേക്ക് വരുന്നില്ല, കൗൺസിലർമാർ രാജിവെക്കുന്നു. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം മൺസൂൺ എത്തും. ചെയർപേഴ്സൺമാർക്കു വേണ്ടിയും കൗൺസിലർമാർക്കു വേണ്ടിയും ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന മന്ത്രി പറയുന്നത്. അവർ സഹകരിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കും. നോർത്ത് 24 ഫർഗാനാസിലെ ഹാലിസഹറിലും ഭട്ട്പാറയിലും ഭൂരിപക്ഷം കൗൺസിലർമാർ രാജിവെച്ചു. ഹാലിസഹറിൽ 23-ൽ 16 കൗൺസിലർമാരാണ് വ്യാഴാഴ്ച രാജിവെച്ചത്. ഭട്ട്പാറ നഗരസഭയിൽ ചെയർമാൻ രേബ സാഹെ ഉൾപ്പെടെ 35-ൽ 30 കൗൺസിലർമാർ രാജിവെച്ചു. ഈ സ്ഥലങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി. ദുർഗാപൂരിലും ഹൗറയിലും നേരത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരെ സർക്കാർ നിയമിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ജില്ലാ തലത്തിലുള്ളവർ പോലും പിന്നീട് നഗരസഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത്. വിരളി പിടിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കൽക്കത്ത കേന്ദ്രീകരിച്ച് ചില നഗരസഭ ചെയർപേഴ്സൺമാരെ നേരിൽ കണ്ടു. കൊൽക്കത്ത കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ഒരു യോഗം മമത വിളിച്ചു ചേർത്തു. നഗരസഭകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ യാതൊരുവിധ ധാരണയുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നിയമസഭയിലെ തോൽവിക്ക് ശേഷം കൗൺസിലർമാരുടെ മനോവീര്യം നഷ്ടപ്പെട്ടു. അഴിമതിയിൽ പങ്കാളികളായ പലർക്കും വിലങ്ങു വീഴുമെന്ന പേടി. BJP സർക്കാരിനെ ഭയക്കുകയാണ് കൗൺസിലർമാരും നഗരസഭാ അധ്യക്ഷന്മാരും. അവർ ഓടിയൊളിക്കുന്നു. തൃണമൂൽ ഭരണകാലത്ത് നഗരസഭകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അഴിമതിയും അനധികൃത നിയമനങ്ങളും നടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല കൗൺസിലർമാരും ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് അഴിമതി നടത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 6 മാസം മുൻപ് നിർമ്മിച്ച റോഡ് വീണ്ടും കോൺട്രാക്ടർമാർക്ക് എഴുതിക്കൊടുത്ത് പണം വാങ്ങിയ കൗൺസിലർമാർ പോലുമുണ്ട്. 10 പേരെ നിയമിക്കേണ്ടിടത്ത് 400-ലധികം ആളുകളെ നിയമിച്ചിരിക്കുന്നു. കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി ഇതിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിക്കുമെന്നാണ് സുവേന്ദു അധികാരി പറയുന്നത്. പശ്ചിമ ബംഗാളിലെ കാഴ്ചകൾ ഇപ്പോൾ കൗതുകമുണർത്തുന്നു. സ്കൂളുകളിൽ ഭാരമേറിയ ബാഗുകൾ കൊണ്ടുപോകുന്ന കാലം ഒടുവിൽ പശ്ചിമ ബംഗാളിൽ അസ്തമിച്ചു. പുതുതായി അധികാരമേറ്റ BJP സർക്കാർ വെള്ളിയാഴ്ച സ്കൂൾ ബാഗിന്റെ ഭാരം കുട്ടിയുടെ ശരീരഭാരത്തിന്റെ 10% പരിമിതപ്പെടുത്തി. എല്ലാ സ്കൂളുകളും ഈ ഭാര ചാർട്ട് അവരുടെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കണം. ബാഗുകളുടെ ഭാരം നിരീക്ഷിക്കാൻ സ്കൂൾ പരിസരത്ത് പതിവായി തൂക്കയന്ത്രങ്ങൾ ഉപയോഗിക്കണമെന്ന നിഷ്കർഷയും വെച്ചു. 2020-ലെ സ്കൂൾ ബാഗ് നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആശയവിനിമയത്തെ തുടർന്നാണ് ബംഗാളിൽ ഇത്തരം സമൂല പരിഷ്കരണങ്ങൾ. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും സംസ്ഥാനത്തുടനീളമുള്ള പ്രൈമറി, സെക്കൻഡറി സ്കൂളുകളുടെ ഇൻസ്പെക്ടർമാർക്കും നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനായി പാഠപുസ്തകങ്ങളുടെയും നോട്ട്ബുക്കുകളുടെയും കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. 1-2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വർക്കിനായി 1 നോട്ട്ബുക്ക് മാത്രമേ സൂക്ഷിക്കേണ്ടതുള്ളൂ. 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 2 നോട്ട്ബുക്കുകൾ, അതിലൊന്ന് സ്കൂളിൽ വെക്കണമെന്ന നിബന്ധനയും വെച്ചു. ഉയർന്ന ഗ്രേഡുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേർത്ത നോട്ട്ബുക്കുകൾ ഉപയോഗിക്കണമെന്ന നിഷ്കർഷയും വെച്ചു. ഹാർഡ് ബൗണ്ട് നോട്ട്ബുക്കുകൾ ഉപയോഗിക്കരുത്. സ്കൂളുകളിലേക്ക് ട്രോളി ബാഗുകൾ കൊണ്ടുവരരുത് എന്നും നിഷ്കർഷിച്ചിരിക്കുന്നു. ഗൃഹപാഠം സംബന്ധിച്ചും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 1ഉം 2ഉം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഗൃഹപാഠം നൽകരുത്. 3 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ ആഴ്ചയിൽ പരമാവധി 2 മണിക്കൂർ മാത്രം ഗൃഹപാഠം. 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പരിധി 1 ദിവസം 1 മണിക്കൂർ എന്ന നിലയിൽ. ഉയർന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പോലും 1 ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ഗൃഹപാഠം പാടില്ല. അധ്യയന വർഷത്തിലെ നിശ്ചിത ദിവസങ്ങളിൽ ബാഗുകളില്ലാതെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തണം.
ഈ സമയം ക്വിസ്, കായികം, കല, കരകൗശല വസ്തുക്കൾ, വിദ്യാഭ്യാസ വിനോദയാത്രകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 10 ദിവസ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നിർദ്ദേശിച്ചിരിക്കുന്നു. അടിമുടി പരിഷ്കാരമാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അധികാരമേറ്റെടുത്തിരിക്കുന്ന സുവേന്ദു അധികാരി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കയ്യിലെടുത്തു. കഴിഞ്ഞ കുറേ കാലത്തെ മമതാ ബാനർജി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അവർ സമൂലം അന്വേഷിച്ചു തുടങ്ങി. പശ്ചിമ ബംഗാൾ അഴിമതിയിലും അനധികൃത നിയമനങ്ങളിലും കുപ്രസിദ്ധമായി മാറി എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഇവ സമൂലമായി തങ്ങൾ തിരുത്തും. 10 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ആരംഭിച്ചു എന്ന് സുവേന്ദു അധികാരി പറയുന്നു. ആദ്യഘട്ടമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മേളകളിലൂടെ 51,000-ത്തിലധികം പേർക്ക് തൊഴിൽ കത്തുകൾ നൽകിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പശ്ചിമ ബംഗാളിനെ അടിമുടി പൊളിച്ചെഴുതുന്ന നടപടികളാണ് ഇപ്പോൾ BJP സർക്കാരിൽ നിന്ന് നമ്മൾ കാണുന്നത്. സുവേന്ദു വിശദീകരിക്കുന്നത് പോലെ ഇരട്ട എഞ്ചിൻ സർക്കാർ. ഇതിനിടയിൽ AJUP നേതാവ് ഹുമയൂൺ കബീർ തീ കൊണ്ട് കളിക്കരുത് എന്നാണ് സുവേന്ദു അധികാരിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുസ്ലിമുകളുടെ ആചാരത്തിൽ വലിയ തോതിൽ ഈ സർക്കാർ ഇടപെടുന്നു. അത് ഞങ്ങൾ അനുവദിക്കില്ല. ബലിപ്പെരുന്നാളിന് മുന്നോടിയായി കന്നുകാലി കശാപ്പിന് സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ളതോ രോഗം ബാധിച്ചതോ വൈകല്യം ബാധിച്ചതോ പ്രത്യുൽപാദന ശേഷിയില്ലാത്തതോ ആയ കന്നുകാലികളെ മാത്രമേ കശാപ്പ് ചെയ്യാവൂ എന്നാണ് സർക്കാർ ഉത്തരവ്. ഖുറാനിൽ പറയുന്ന പ്രകാരം ബലി ഏതൊരു സാഹചര്യത്തിലും നടക്കുമെന്നാണ് മറുപക്ഷം പറയുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണവർ. നിയമവിരുദ്ധമായ കശാപ്പുകൾ അനുവദിക്കില്ല, പൊതുസ്ഥലത്തെ കശാപ്പ് തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് BJP സർക്കാർ. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഈദ് പ്രാർത്ഥനകൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ പ്രാർത്ഥനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. റെഡ് റോഡിൽ പ്രാർത്ഥന അനുവദിച്ചില്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പാണ് മറുപക്ഷം നൽകുന്നത്. മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു സുവേന്ദു സർക്കാർ. ചുരുക്കത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഒരു വശത്ത് BJP സർക്കാർ, മറുവശത്ത് സമൂല പരിഷ്കരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.